കുറച്ച് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അതേ പച്ച മാങ്ങ വാങ്ങിച്ച നാടൻ മാങ്ങ. അത് ഇത്ര അല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അത് അരിഞ്ഞതാണേ. ഇവിടെ നാരങ്ങ മാങ്ങ കുരുകുരുവാന്ന് അരിഞ്ഞേക്കണുണ്ടോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം. മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം ഇച്ചിരി. ഓക്കെ. എല്ലാ ഫങ്ഷനും പരിപാടിക്കും ഒക്കെ ഇങ്ങനെയാണ്. കല്യാണത്തിനും എല്ലാം ഇങ്ങനെ അച്ചാറുണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നല്ല നാടൻ രീതിയിലും നല്ല എളുപ്പത്തിനും കല്യാണത്തിനും അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറാണ് കേട്ടോ. നമുക്കിത് അടച്ച് വയ്ക്കാം. സ്പൂണിനകത്ത് വന്നോട്ടെ. 1 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അന്നേരം അതിൻ്റെ വെള്ളം എല്ലാം കൂടെ വെളിയിലേക്ക് വരും. എന്നിട്ട് ഉണ്ടാക്കാം. അന്നേരം കാണിച്ചു തരാം. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ. മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ചത് കണ്ടോ, വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കുരുകുരാന്ന്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മാങ്ങയ്ക്കകത്ത് അച്ചാറിടുമ്പോൾ, മാങ്ങ അച്ചാറിടുമ്പോൾ പച്ച മുളക് ഇട്ടാൽ മതി. വറുത്തൊന്നും ഇടണ്ട കേട്ടോ. ഇതാണ് ഏറ്റവും അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അല്ലാണ്ട് അച്ചാർ പൊടി ഇട്ടുണ്ടാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമോ, ഏറ്റവും നല്ല ടേസ്റ്റായിരിക്കും. ഇതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളി ഒന്നും ഇടണ്ട. പച്ചമുളകും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്, പക്ഷേ ഇടണ്ട. മാങ്ങയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ പാത്രത്തിന് ഒരു അരപ്പാത്രം കായപ്പൊടി നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് എരിവ് കുറവുള്ള മുളക് പൊടി. എരിവ് കുറവുള്ള മുളക് പൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. നല്ല പുളിയുള്ളതിനാണ് നല്ല രസം. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കാം. പാത്രം അടുപ്പത്ത് വയ്ക്കുക. നല്ലെണ്ണയായിട്ട് ചേർക്കണം. നല്ലെണ്ണ ചേർത്ത് അച്ചാറിട്ടാലാണ് അത് പൂക്കാതെ ഇരിക്കുകയുള്ളൂ. നല്ല ടേസ്റ്റ്. നമ്മുടെ കരിയാപ്പിലയാണ്. അതുകൊണ്ട് ഇച്ചിരി കുറച്ച് കൂടുതൽ ഇട്ടോളൂ. ഒരു 2 സ്പൂണോളം കടുക് ചേർക്കണം. ഞാനൊരു തുള്ളി ഉപ്പും കൂടെ ഇട്ടായിരുന്നേ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇങ്ങനെ തൊട്ട് കൂട്ടുന്ന മാങ്ങാച്ചാർ. ഒരു സ്വല്പം വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഈ ചീനിച്ചട്ടിയില്ലേ, നമ്മൾ ആ ചീനിച്ചട്ടിക്കകത്തേക്ക് നല്ല ഇച്ചിരി വെള്ളം, ശകലം ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. നല്ല ചീനിച്ചട്ടി ചൂടായിട്ടിരിക്കുമല്ലേ. ഓക്കെ. എന്തോ ഒരു കുരുകുരാന്നാണ് അമ്മ അരിഞ്ഞേക്കണം. നല്ല പുളിയുള്ള മാങ്ങാച്ചാർ.
ഒരു നാടൻ മാങ്ങയായിരുന്നേ. എല്ലാവരും ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. സദ്യക്കും എല്ലാം വിളമ്പുന്നത്, സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ പിന്നെ ഇച്ചിരി വലുതായിട്ട്, നമ്മൾ വീട്ടിലൊക്കെ ഇടുമ്പോൾ തീരെ കുഞ്ഞതായിട്ട് കഴിഞ്ഞ് മോള് വരുമ്പോൾ കൊടുത്തു വിടാമല്ലോ. പിന്നെ അനിയത്തിയുണ്ട്, കഞ്ഞി കുടിക്കുമ്പോൾ നല്ല രസമുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ.